നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെ ഫോണിന്റെ ഒക്കെ സ്ക്രീൻ സേവർ ആയിട്ടുള്ള പിക്ചേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള പിക്ചേഴ്സ് ഉള്ള സ്ഥലങ്ങൾ ഒറിജിനലി ഉണ്ടെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? എനിക്കത് വിശ്വാസം വന്ന ഡെവലിൽ ഒരു ട്രിപ്പ് പോയപ്പോഴാണ്. ഈ പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ പിക്ചർ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഒറിജിനലി ഉണ്ടെന്നേ. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റണ്ണിങ് ആയിട്ടുള്ള വ്യൂ ഒക്കെ കാണണമെങ്കിൽ നേരെ വെച്ച് പിടിച്ചോളൂ നോർത്ത് ഡെവനിലേക്ക്. അപ്പോൾ അടുത്ത സമ്മർ ഹോളിഡേ നോർത്ത് ഡെവൻ ബുക്ക് ചെയ്യാൻ മറക്കണ്ട. ഇനി നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതാ ഈ ഒരു ക്ലിഫ് റെയിൽവേയിൽ കയറാനായിട്ട് മറക്കരുത് കേട്ടോ. ഇതിന് വെറുതെ 3 പൗണ്ടേ ഉള്ളൂ പെർ പേഴ്സൺ. പക്ഷേ ഇതിലിരുന്ന് കാണുന്ന വ്യൂ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ ഞാൻ അതിലിരുന്ന് ആലോചിച്ചു, ഇത് സത്യത്തിൽ ഞാൻ വല്ല സ്വപ്നവും കാണുന്നതാണോ, ഇത് ശരിക്കും ഒറിജിനലി ഉള്ളതാണ്, അത്ര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി സ്കില്ല് അത്ര മെച്ചപ്പെട്ടതല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ അത്ര ബ്യൂട്ടി തോന്നുന്നുണ്ടാവില്ല. പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ നേരിട്ടൊന്ന് പോയി കണ്ടു നോക്കണം. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു വ്യൂ തന്നെയാണ്. പിന്നെ ഒരു രസമുള്ളത് ഈ റെയിൽ ബന്ധിപ്പിക്കുന്ന 2 ടൗണുകളെ തമ്മിലുള്ളതാണ്. മുകളിലുള്ളത് ലിൻറ്റണും താഴെയുള്ളത് ലിൻമൗത്ത് എന്ന 2 ടൗണുകളാണ്. രണ്ടും നല്ല അടിപൊളി ഭംഗിയുള്ള 2 ടൗണുകളാണ് കേട്ടോ. പിന്നെ ഈ റെയിൽ ഓടുന്നത് ഓൺലി വാട്ടർ എനർജിയിലാണത്ര. ഇതിന് വേറെ മറ്റ് എനർജി സോഴ്സുകളൊന്നും അവർ ഉപയോഗിക്കുന്നുമില്ല. ആ 2 ടൗണുകൾ നടന്നു കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഇതുപോലെയുള്ള നല്ല അടിപൊളി വ്യൂസും കാണാം. ഇനി നോർത്ത് ഡെവനിൽ പോകണമെങ്കിൽ മറ്റൊരു അട്രാക്ഷനുള്ള ലണ്ടി ഐലൻഡിലേക്കുള്ള ഫെറി ട്രിപ്പാണ്. ലണ്ടി ഐലൻഡിൽ നിന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ കാണും, പാസഞ്ചർ ഫെറി ട്രിപ്പുകൾ നടത്തുന്നുണ്ട്. ഇതുപോലുള്ള ഫെറികൾ കയറ്റി നമ്മളെ ആ ഐലൻഡിലേക്ക് കൊണ്ടുപോകും. പക്ഷേ ഇത് സമ്മർ ടൈമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ. ക്ലൈമറ്റ് നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവർ ഹെലികോപ്റ്ററിലായിരിക്കും കൊണ്ടുപോകുക. പക്ഷേ ഈ ഒരു ഫെറിയിൽ യാത്ര ചെയ്യുന്നത് നല്ല അടിപൊളിയാണ്. കാരണം ഉൾക്കടലിൽ കൂടെ ഉള്ളൊരു ഫുൾ യാത്രയാണ് കിട്ടുക. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വാട്ടറാണ്. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു ട്രിപ്പാണ്. ഈ ഒരു ട്രിപ്പിൽ ഞങ്ങൾക്ക് കിട്ടിയ ബോണസ്, ഞങ്ങൾ പോയ ദിവസം ഈ മോട്ടോർഷിപ്പ് കൺട്രോൾ ചെയ്ത ക്യാപ്റ്റൻ നമ്മുടെ ഒരു അടുത്ത സുഹൃത്താണ്. ഈ നിൽക്കുന്ന ആളാണ് കക്ഷി. അപ്പോൾ പിന്നെ ആ ക്യാബിനിലൊക്കെ കയറി ഇതുപോലുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് കളർഫുൾ ആക്കാതെ നമ്മൾ വിടില്ലല്ലോ. ഈ ഒരു ട്രിപ്പിന് ചാർജ് വരുന്ന അഡൾട്ടിന് 50 പൗണ്ടും കിഡ്സിന് ഹാഫ് റേറ്റുമാണ്. പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഓർത്താണ് കേട്ടോ. കാരണം ഉൾക്കടലിൽ കൂടെ ഉള്ള ഈ ഒരു യാത്ര നല്ല അടിപൊളിയാണ്. ശരിക്കും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു അനുഭവം തന്നെയാണ്. ഇതുപോലെയുള്ള നല്ല ഫോട്ടോസൊക്കെ എടുത്ത് നമുക്കത് മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം. ഇനി ഭാഗ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡോൾഫിൻ കുഞ്ഞുങ്ങൾ തുള്ളിക്കളിക്കുന്നതും കാണാം. ഞങ്ങൾക്ക് ഒരു ഡോൾഫിൻ കുഞ്ഞിൻ്റെ ഫോട്ടോ എടുക്കാനേ പറ്റുള്ളൂ. പക്ഷേ ഒരുപാട് പേരെ കണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഐലൻഡിലോട്ട് അടുക്കുമ്പോൾ വാട്ടറൊക്കെ ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആണ് കാണാനായിട്ട്. അത്രയ്ക്ക് അടിപൊളിയാണ് കാണാൻ. ഈ ഐലൻഡിൽ എന്താണ് ആക്ടിവിറ്റി എന്നല്ലേ, ഈ ഐലൻഡിലേക്ക് നമുക്ക് ട്രക്കിംഗ് പോലെ കയറി പോകാം. ഇനി അവിടെ ക്യാമ്പിംഗ് ചെയ്യണമെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ അവിടെ താമസിക്കാനുള്ള ഓപ്ഷനുണ്ട്. നല്ല രസമാണ് അങ്ങോട്ടുള്ള യാത്ര. ഇനി കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവർ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിൽ ചെല്ലുമ്പോൾ അത് ഇതുപോലുള്ളൊരു വലിയ ക്യാസിൽ കാണാം. അതിൻ്റെ മുകളിൽ വരെ നമുക്ക് കയറാം. അപ്പോൾ ആ മുകളിൽ നിന്നുള്ള കാഴ്ച അടിപൊളിയാണെന്ന് ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ, താഴെയുള്ള ഇതൊക്കെയല്ലേ. അപ്പോൾ പിന്നെ എന്താണെങ്കിലും ആ കാഴ്ച സൂപ്പർ ആയിരിക്കുമല്ലോ. ഇതുകൊണ്ട് തീർന്നില്ല നോർത്ത് ഡെവൻ കാഴ്ചകൾ. നല്ല സാൻഡി ആയിട്ടുള്ള ക്ലിയർ ബീച്ച് ഉണ്ട് കേട്ടോ. ഇത് ഊളാക്കോം ബീച്ച്. നമുക്ക് ബീച്ചിലൊക്കെ ഇറങ്ങി കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എത്ര നേരം വേണമെങ്കിലും നല്ല സണ്ണി ആയിട്ടുള്ള ദിവസങ്ങൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണിത്. ഇവിടെ നമുക്ക് ഇതിൻ്റെ സൈഡിൽ തന്നെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും കുളിക്കാനും ഒക്കെ ഉള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അതൊരു ഹാൻഡി ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ ഇതൊക്കെയാണ് നോർത്ത് ഡെവനിലെ കാഴ്ചകൾ ഞങ്ങൾ പോയത്. ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട്. സൗത്ത് ഡെവൻ വേറെയും കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ നോർത്ത് ഡെവൻ